الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ആദരണീയരായ സത്യവിശ്വാസികളെ വിശ്വാസിനികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്കനുസരിച്ച് ജീവിതത്തിൽ തഖ്വ കാത്തു സൂക്ഷിച്ചുകൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കുവാൻ നാം എല്ലാവരും പരിശ്രമിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ഉള്ളും പുറവും ഒരുപോലെ ആവേണ്ടതുണ്ട്. രഹസ്യവും പരസ്യവും ഒരുപോലെ ശുദ്ധമാകേണ്ടതുണ്ട്. വാക്കും പ്രവൃത്തിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകുന്ന അവസ്ഥയുണ്ടാകാൻ പാടില്ല. ജനങ്ങൾ കാണുന്ന അവസ്ഥയിൽ ഒരു മുഖവും ജനങ്ങൾ അറിയാത്ത അവസ്ഥയിൽ മറ്റൊരു മുഖവും ഉണ്ടാകുന്ന രീതി ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഭൂഷണമല്ല, അനുവദനീയമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തു സഫിലെ ആദ്യ ഭാഗത്തിൽ നിന്ന് 2-3 ആയത്തുകളിൽ വളരെ ഗൗരവത്തോടുകൂടി വിശ്വാസികളായ ആളുകളെ വിളിച്ചുകൊണ്ട് തന്നെ ഉണർത്തിയ കാര്യമാണ്. യാ അയ്യുഹല്ലദീന ആമനു, അല്ലയോ സത്യവിശ്വാസികളെ, ഈമാനുള്ളവരെ, ലിമ തഖൂലൂന മാ ലാ തഫ്അലൂൻ, നിങ്ങളുടെ ജീവിതത്തിൽ കൊണ്ടുവരാത്ത, നിങ്ങൾ പ്രവർത്തിക്കാത്ത കാര്യങ്ങൾ അതെന്തിനാണ് നിങ്ങൾ പറയുന്നത്? അതെന്തിനാണ് നിങ്ങൾ മറ്റൊരാളോട് പറയാൻ നിൽക്കുന്നത്? മറ്റൊരാൾക്ക് ആ പ്രവർത്തനത്തെ സംബന്ധിച്ച് നിങ്ങൾ അറിയിക്കുന്നതിന്റെ അവസ്ഥ എന്താണ്? കബുറ മഖ്തൻ ഇൻദല്ലാഹി അൻ തഖൂലു മാ ലാ തഫ്അലൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ അത് വലിയ തെറ്റാണ്, വലിയ പാതകമാണ്. നിങ്ങൾ ജനങ്ങളുടെ അടുക്കൽ നല്ലത് കൽപ്പിക്കുകയും ജനങ്ങളുടെ അടുക്കലൊക്കെ നിങ്ങൾ നല്ല ആളുകളായി ജീവിക്കുകയും എന്നാൽ സ്വന്തം വ്യക്തി ജീവിതത്തിൽ സ്വകാര്യതയിൽ നിങ്ങൾ അതിനെതിരെ പ്രവർത്തിക്കുകയും അത് പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്ന അവസ്ഥ, അത് കബുറ മഖ്തൻ ഇൻദല്ലാഹ്, അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ അത് വലിയ തെറ്റാണ്, പാതകമാണ്. അൻ തഖൂലു മാ ലാ തഫ്അലൂൻ, നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ കൊണ്ടുവരാത്ത പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് മറ്റുള്ളവരെ ഉപദേശിക്കുകയും മറ്റുള്ളവർക്ക് അതിനെക്കുറിച്ച് നിർദ്ദേശം കൊടുക്കുകയും ചെയ്യുക എന്നത് വളരെ വലിയ പാതകമാണ് എന്ന് വിശുദ്ധ ഖുർആൻ ഉണർത്തുന്നു. സൂറത്ത് ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, അതഅമുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ അഫലാ തഅഖിലൂൻ.
അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി, നിങ്ങൾ ആളുകളോട് നന്മകൾ ഇങ്ങനെ കൽപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ചെയ്യണം, ഇത് ചെയ്യണം, അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. ആ ദഅവത്തിന്റെ പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ അംറു ബിൽ മഅറൂഫ് നഹ്യു അനിൽ മുൻകറിന്റെ വിഷയത്തിൽ, നന്മ കൽപ്പിക്കുന്ന തിന്മ വിരോധിക്കുന്നതൊക്കെ വിഷയത്തിൽ നിങ്ങൾ മുൻപന്തിയിലാണ്. പക്ഷെ വതൻസൗന അൻഫുസക്കും, നിങ്ങൾ സ്വന്തത്തെ തന്നെ മറക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ അതൊന്നുമില്ല. ആളുകളുടെ മുമ്പിൽ നിങ്ങൾ നല്ല ഉഷാറായി ദീൻ രംഗത്തും ദഅവത്തിന്റെ രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്നു. പക്ഷെ വതൻസൗന അൻഫുസക്കും വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങൾ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്, വേദഗ്രന്ഥം ഓതിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾ സ്വന്തം ജീവിതത്തിൽ അത് പാലിക്കാത്തവരായിക്കൊണ്ട് മാറിക്കൊണ്ടിരിക്കുന്നുവോ? അതുകൊണ്ട് തന്നെ അഫലാ തഅഖിലൂൻ, നിങ്ങൾ എന്താണ് ചിന്തിക്കാത്തത്? അപ്പൊ സഹോദരന്മാർ, ഇത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഈ രണ്ട് ആയത്തുകളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ഉണർത്തിയിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ, ഒരു വിശ്വാസിയുടെ വാക്കും പ്രവൃത്തിയും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകാൻ പാടില്ല. ഉള്ളും പുറവും തമ്മിൽ വൈരുദ്ധ്യമുണ്ടാകാൻ പാടില്ല. രഹസ്യവും പരസ്യവും തമ്മിൽ ഏറ്റുമുട്ടാൻ പാടില്ല. ഇത് നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ഹദീസിൽ കാണാം, പരലോകത്ത് ആളുകൾ വരുമ്പോൾ തജിദൂന ശർറന്നാസ്, ഏറ്റവും മോശപ്പെട്ട അവസ്ഥയിൽ നബിയെ നിങ്ങൾക്ക് ചില ആളുകളെ കാണാം. അത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് ആളുകളെ കാണാം ദൽ വജ്ഹൈൻ, രണ്ട് മുഖമുള്ള ആളുകൾ. ജനങ്ങളുടെ അടുത്ത് ചെല്ലുമ്പോൾ നല്ല മനുഷ്യന്മാരായിരിക്കും, പക്ഷെ രഹസ്യ ജീവിതത്തിലേക്ക് വരുമ്പോൾ മോശമായിരിക്കും, അല്ലെങ്കിൽ കുടുംബത്തിൽ ചെല്ലുമ്പോൾ മോശമായിരിക്കും, അല്ലെങ്കിൽ രണ്ട് മുഖവുമായിക്കൊണ്ട് ജീവിക്കുന്ന ആളുകൾ. യഅതി ഹൗലാഇ ബിവജ്ഹിൻ വഹൗലാഇ ബിവജ്ഹിൻ. ഒരു വിഭാഗത്തിന്റെ അടുത്ത് ചെല്ലുമ്പോൾ ആൾക്കാർക്ക് നല്ല സ്വഭാവത്തിന്റെ ആൾക്കാരാണ്, പക്ഷെ രഹസ്യ ജീവിതത്തിലും അതുപോലെ തന്നെ കുടുംബജീവിതത്തിലും വ്യക്തി ജീവിതത്തിലൊക്കെ അത് ഉണ്ടാകില്ല. അല്ലെങ്കിൽ വേറെ ചില ആൾക്കാർ ചെല്ലുമ്പോൾ അവർ നല്ല അതിൽ നിന്ന് പിന്മാറിപ്പോകുന്ന രണ്ട് മുഖമുള്ള രണ്ട് അവസ്ഥയുള്ള ആളുകൾ. ഈ ആളുകളാണ് പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല അടുക്കൽ ഏറ്റവും മോശപ്പെട്ട ആളുകളെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഇത് മാത്രമല്ല സഹോദരന്മാരെ, പരലോകത്ത് ഏറ്റവും മോശമായി ശിക്ഷ ലഭിക്കുന്ന ആളുകളുടെ കൂട്ടത്തിൽ പ്രവാചകൻ പറയാണ്, യൂതാ ബിർറജുലി യൗമൽ ഖിയാമ ഫയുൽഖാ ഫിന്നാർ, പരലോകത്തൊരു മനുഷ്യനെ കൊണ്ടുവരും, അയാൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് വലിച്ചെറിയും. ഫതന്തലിഖു അഖ്താബു ബത്നിഹി, അയാളുടെ വയറിലെ കുടൽമാലകളൊക്കെ പുറത്തേക്ക് വന്നിരിക്കുന്നു. നഊദു ബില്ലാഹ്. ഫയദൂറു കമാ യദൂറുൽ ഹിമാറു ഫിർറഹ, ഒരു ചക്കിൽ ഒരു കഴുത തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ, എന്ന് പറഞ്ഞാൽ ഒരു കഴുത ആട്ടിക്കൊണ്ടിരിക്കുന്ന ചക്കിൽ തിരിഞ്ഞുകൊണ്ടിരിക്കുന്നത് പോലെ ഇയാളുടെ കുടൽമാലകളൊക്കെ പുറത്തേക്ക് വന്ന് ഇയാൾ ഇങ്ങനെ നരകത്തിൽ ചുറ്റിത്തിരിഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാകുന്നത്. ഫയജ്തമഉ ഇലൈഹി അഹ്ലുന്നാർ, അപ്പോൾ നരകത്തിന്റെ ആളുകളെല്ലാം ഇത് കണ്ടുകൊണ്ട് ഈ മനുഷ്യന്റെ അടുക്കലേക്ക് ഓടി വരികയാണ്. കാരണം ഈ മനുഷ്യന് അവർക്ക് നല്ലവണ്ണം പരിചയമുണ്ട്. എന്നിട്ട് നരകവാസികളൊക്കെ ഈ മനുഷ്യനോട് ചോദിക്കും, യഖൂലുൻ യാ ഫുലാൻ മാലക്, അല്ല മനുഷ്യ, നിങ്ങൾക്ക് എന്ത് പറ്റിപ്പോയി? താങ്കൾക്ക് എന്ത് പറ്റിപ്പോയി? അലം തകുൻ തഅ്മുറു ബിൽ മഅറൂഫി വ തൻഹാ അനിൽ മുൻകർ, താങ്കളല്ലേ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും തീമ വിരോധിക്കുകയും ചെയ്ത വലിയ പ്രബോധകനായി, വലിയ ദാഇയായി, വലിയ പ്രവർത്തകനായി, നന്മയുടെ വിഷയത്തിൽ മുമ്പ് നിൽക്കുകയും തിന്മകളിൽ നിന്ന് ആളുകൾ വിരോധിക്കുന്ന വിഷയത്തിലൊക്കെ മുമ്പ് നിന്നിരുന്ന മനുഷ്യനല്ലോ, നിങ്ങളെങ്ങനെ നരകത്തിൽ വിടത്തി? നിങ്ങൾക്കെങ്ങനെയാണ് ഈ അവസ്ഥയുണ്ടായത്? അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, ബല, നിങ്ങൾ പറഞ്ഞ് ശരി തന്നെയാണ്. കുന്തു ആമുറു ബിൽ മഅറൂഫി, ഞാൻ ജനങ്ങളോട് ദുനിയാവിൽ നന്മ കൽപ്പിക്കാറുണ്ടായിരുന്നു, പക്ഷേ വലം ആതീഹി, ആ നന്മൊന്നും ഞാൻ ചെയ്യാറില്ല. ജനങ്ങളോട് ഇങ്ങനെ നന്മ കൽപ്പിച്ചുകൊണ്ടിരിക്കും. ആ നന്മ കൽപ്പിക്കുന്ന പ്രവർത്തനങ്ങളിലും സംഘടനയിലും അതുപോലെ തന്നെ കൂട്ടായ്മയിലൊക്കെ മുമ്പന്തിയിലുണ്ടാകും, പക്ഷെ എന്റെ ജീവിതത്തിൽ ഞാനത് പ്രവർത്തിച്ചിരുന്നില്ല. വൻഹ അനിൽ മുൻകരി, ഞാൻ തിന്മയിൽ നിന്ന് ആളുകളെ വിരോധിക്കാറുണ്ടായിരുന്നു, പക്ഷെ വാതീഹി, ആ ഞാൻ വിരോധിച്ച തിന്മകളൊക്കെ എന്റെ ജീവിതത്തിൽ ഞാൻ കൊണ്ടുവരാറുമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞ രണ്ട് മുഖം, ജനങ്ങളടുക്ക നല്ല മുഖവും പക്ഷെ വ്യക്തി ജീവിതത്തിൽ മോശമായ ഒരു അവസ്ഥയുമാണ് ഒരു മനുഷ്യനുണ്ടാകുന്നതെങ്കിൽ അയാളെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, വളരെ മോശമായ അവസ്ഥയായിരിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജിന്റെ സന്ദർഭത്തിൽ ഒരു മനുഷ്യന്റെ ശിക്ഷ കണ്ടത് പ്രവാചകൻ വിശദീകരിക്കുന്നുണ്ട്. റഅയ്തു ലൈലതൻ ഉസ്രിയ ബി റിജാലൻ, ചില മനുഷ്യന്മാരെ ഞാൻ മിഅ്റാജിന്റെ രാത്രിയിൽ കണ്ടു. അവർ തഖറുദു ശഫാഹും ബി മഖാരിദ മിനന്നാർ, നരകത്തിലുള്ള ചില കൊളുത്തുകൾ കൊണ്ട് അവർ അവരുടെ വായകൾ ഇങ്ങനെ വലിച്ചു കീറിക്കൊണ്ടിരിക്കുകയാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ട വളരെ മോശമായ ശിക്ഷയാണ്. അള്ളാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കുമാറാവട്ടെ.
ഇത് കണ്ടു നിൽക്കാൻ കഴിയാതെ മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നു, ഫഖുൽതു മൻ ഹൗലാഇ യാ ജിബ്രീൽ, അല്ല ജിബ്രീലെ, ഇത് ആരാണ്? ഇത്രയും മോശമായ ശിക്ഷ ലഭിക്കുന്ന കൂട്ടർ ആരാണ്? ഫഖാൽ, അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ ഖുതബാഉ മിൻ ഉമ്മത്തിക, നിന്റെ ഉമ്മത്തിൽപ്പെട്ട ഖതീബുമാരാണ്, പ്രസംഗകന്മാരാണ്, വലിയ ദാഇമാരാണ്. അവര് ഒരു വലിയ ആൾക്കാരായിരുന്നു, വലിയ പ്രസംഗന്മാരാണ്, വലിയ പ്രബോധകന്മാരാണ്. അല്ലദീന യഅ്മുറൂന അന്നാസ ബിൽ ബിർരി, ജനങ്ങളോട് ഇങ്ങനെ വഅദ് പറയും, ജനങ്ങളോട് നല്ലത് ചെയ്യണം, അത് ചെയ്യണം, ഇത് ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ വയൻസൗന അൻഫുസഹും, അതൊന്നും സ്വന്തം ജീവിതത്തിൽ ഉണ്ടാവില്ല. അപ്പൊ ജനങ്ങളടുക്ക നല്ല ആളായിട്ട് നല്ല മുഅ്മിനായി ജീവിക്കുകയും പക്ഷെ വ്യക്തി ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ അതൊന്നും പാലിക്കാത്ത ആളുകളായി മരിച്ചുപോയ ആളുകളെയാണ് മഹാനായ പ്രവാചകരെ താങ്കൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്. സഹോദരന്മാർ, ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിശ്വാസരംഗത്തും സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ വ്യക്തിജീവിതത്തിലും സ്വഭാവത്തിലൊക്കെ നമുക്കൊന്ന് രണ്ട് മുഖം ഉണ്ടാകാൻ പാടില്ല. ഉള്ളതുപോലെ പറഞ്ഞ് അതിൽ ഉറച്ചു നിൽക്കുന്നവനായിരിക്കണം വിശ്വാസിയായ മനുഷ്യൻ. പ്രയാസം വരുമ്പോൾ തന്റെ ആദർശം വിട്ട് മറ്റൊരു ആദർശത്തിലേക്ക് പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. ഇപ്പൊ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ കപടവിശ്വാസികളുടെ രൂപം അതായിരുന്നു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സദസ്സിൽ പോലും നല്ല മുഅ്മിനായി അഭിനയിക്കും. പക്ഷേ റസൂലുള്ളാഹിന്റെ സഹാബത്തിൽ നിന്നും പ്രവാചകന്റെ അരികിൽ നിന്നും പോയാൽ അവിടെ കൂട്ടുകാരുടെ അടുക്കിലേക്ക് അവർ പോയി കഴിഞ്ഞാൽ ആ പഴയ ശിർക്കിലേക്കും കുഫറിലേക്കും ആ പരിഹാസത്തിലേക്കും അവർ മടങ്ങിപ്പോകുന്ന അവസ്ഥ ഉണ്ടാകും. വൈദാ ലഖുല്ലദീന ആമനൂ ഖാലൂ ആമന്നാ, വിശ്വാസികളുടെ അടുക്കിലേക്ക് അവർ വന്ന് കണ്ടുമുട്ടിയാൽ പറയും, ഞങ്ങൾക്ക് മുഅ്മിനീങ്ങളാണ്, ഞങ്ങളൊക്കെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആൾക്കാരാണ്, നമ്മളൊക്കെ ഒരു ടീമാണ്. പക്ഷേ വൈദാ ഖലൂ ഇലാ ശയാതീനിഹിം ഖാലൂ ഇന്നാ മഅക്കും, പക്ഷെ ഓരോ ശൈത്താന്മാരുണ്ടല്ലോ, ഓരോ കൂട്ടക്കാരും ഓരോ കുടുംബക്കാരും അല്ലെങ്കിൽ അവരുടെ പാർട്ടിയിൽപ്പെട്ട ശിർക്കിന്റെ അഹലുകാരും നിഫാഖിന്റെ അഹലുകാരും ആ ശൈത്താന്മാരുടെ അടുക്കിലേക്ക് അവർ പോയാൽ ഇന്നാ മഅക്കും ഇന്നമാ നഹ്നു മുസ്തഹസിഊൻ, ഞങ്ങൾ ഓരെ പറ്റിക്കുകയാണ്, ഞങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങളുടെ ആദർശത്തിൽ തന്നെയും നിങ്ങളുടെ കൂട്ടത്തിൽ തന്നെയാണുള്ളത്, പക്ഷെ ഞങ്ങൾ ഓരൊപ്പം നിൽക്കുന്നത് ഓരെങ്ങനെ നമ്മൾ പറയില്ല, മലയാളത്തിൽ പറയാം, ആളെ കോഴിയാക്കാം, അതിനുവേണ്ടി ആളുകളെ പരിഹസിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അല്ലാഹു യസ്തഹസിഉ ബിഹിം വയമുദ്ദുഹും ഫീ തുഗ്യാനിഹിം യഅമഹൂൻ എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അള്ളയാണ് അവരെ പരിഹസിക്കുന്നത്, ഓലെങ്ങനെ അയച്ചു വിട്ടിരിക്കുകയാണ്, ഓലെ പരിഹാസം ഏതുവരെ പോകുമെന്ന് നോക്കിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയാണ്. ഇതൊരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. അപ്പൊ പലപ്പോഴും തൗഹീദ് സ്വീകരിച്ചു അല്ലെങ്കിൽ ആദർശം സ്വീകരിച്ചു എന്ന് പറയപ്പെടുന്ന അവസ്ഥയുള്ള പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഒരു പ്രയാസം വന്നു അല്ലെങ്കിൽ കുടുംബത്തിൽ രോഗം വന്നു, എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല. അപ്പൊ കുടുംബത്തിൽ ഈ തങ്ങന്മാരിലും അതുപോലെ തന്നെ പിന്നെ പണിക്കന്മാരിലും കണക്കന്മാരിലും ഒക്കെ വിശ്വാസമുള്ള ആരെങ്കിലും ഉണ്ടാവും. ഓര് പറയും, നിങ്ങൾ ആ പണിക്കരത്തൊന്ന് പോയി നോക്കി, ഇന്ന തങ്ങളടുത്തൊന്ന് പോയി നോക്കി. അങ്ങനെ മുണ്ടിട്ട് തങ്ങന്മാരടുത്തും പണിക്കന്മാരടുത്തും പോകുന്ന ചില ആളുകളുണ്ട്. പ്രത്യക്ഷത്തിൽ സലഫിയും മുജാഹിദുകളുമായിരിക്കും അവരൊക്കെ. എന്ത് ആദർശമാണിത്? തൗഹീദ് പരസ്യമായി കൊണ്ട് സ്വീകരിക്കുകയും എന്നിട്ട് ജീവിതത്തിൽ ഒരു പ്രയാസവും ബുദ്ധിമുട്ടും കഷ്ടപ്പാടുകളും വരുമ്പോൾ ആരുടെയെങ്കിലും കുടുംബത്തിന്റെ പ്രേരണ കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം പെണ്ണുങ്ങളുടെ പ്രേരണ കൊണ്ടൊക്കെ ശിർക്കിലേക്ക് പോകുന്ന ആളുകൾ, ഇതൊരിക്കലും വിശ്വാസിക്കുണ്ടാകാൻ പാടുള്ളതല്ല. അങ്ങനെ ഉണ്ട് എന്ന് ഞാൻ ആരോപണം പറയില്ല, എനിക്കറിയുന്നത് കൊണ്ടാണ് പറയുന്നത്. അനുഭവങ്ങളുടെ സാക്ഷികളാണ്. ഇതെങ്ങനെയാണ് സഹോദരന്മാരെ നമ്മുടെ ഈമാൻ ശരിയാകുക? പ്രത്യക്ഷത്തിലുമുള്ള തൗഹീദുമുള്ള സലഫിയുള്ള ആളുകളാണ്. പക്ഷെ മക്കൾക്ക് രോഗം വരുമ്പോ എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല, രോഗം പരീക്ഷണമാണ് നമ്മൾ മനസ്സിലാക്കണ്ടേ. പക്ഷേ ആരെങ്കിലും ആൾ പറഞ്ഞു കൊടുക്കും, ഇന്ന തങ്ങളുണ്ട് അല്ലെങ്കിൽ ഇന്ന മൂല്യാരെ കൊണ്ടൊന്നൊന്ന് ഇവിടെ ഒഴിച്ചു നടത്തിപ്പിച്ചാൽ മതി, അല്ലെങ്കിൽ കോഴിയെ അറുത്തിട്ടൊന്ന് മുട്ടർത്താൽ മതി എന്ന് പറയുമ്പോൾ അത് ചെയ്യാൻ മടിയില്ലാത്ത തൗഹീദ് പരസ്യമായി പറയുന്ന ആളുകളുണ്ടെങ്കിൽ അത് നിഫാഖാണ്, കാപട്യമാണ്. അങ്ങനെ ഒരിക്കലും ഒരു മുഅ്മിൻ ഉണ്ടാകാൻ പാടില്ല. ഓൻ തൗഹീദിൽ ഉറച്ചു നിൽക്കുന്നവനാണെങ്കിൽ എന്ത് തല പോയാലും ഓന്റെ തൗഹീദ് പോകാൻ പാടില്ല. അതാണ് ഒരു മുഅ്മിനായ മനുഷ്യൻ ഉണ്ടാകേണ്ടത്. രണ്ട് മുഖമുള്ള ഒരു വിശ്വാസി, അവൻ വിശ്വാസിയല്ല, അവൻ കപടവിശ്വാസിയായിട്ടാണ് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. കാരണം മുനാഫിഖ് എന്ന പദം തന്നെ ഉണ്ടായത് എങ്ങനെ അറിയും? നഫഖ എന്ന പദത്തിൽ നിന്നാണ് മുനാഫിഖ് എന്ന പദം ഉണ്ടായത്. നഫഖ എന്ന് പറഞ്ഞാൽ നമ്മുടെ പെരിച്ചായി എന്നറിയില്ല, ഈ പെരിച്ചായിയുടെ മാളത്തിനാണ് നഫഖ എന്ന് പറയാം. പെരിച്ചായുടെ മാളത്തിന്റെ പ്രത്യേകത ഉണ്ട്. നമ്മളതിനെ പിടിക്കാൻ വേണ്ടി അതിന്റെ ബാക്കിൽ ഓടിയാൽ അതൊരു മാളത്തിലേക്കാണ് പ്രവേശിക്കും.
പക്ഷെ നമ്മൾ അതിനെ പുറത്തു വരുന്നതും കാത്ത് നല്ല വടിയും അല്ലെങ്കിൽ തീയൊക്കെ ആയിട്ട് ഇവിടെ പുറത്തു നിന്ന് കഴിഞ്ഞാൽ അത് പുറത്തേക്ക് വരില്ല. കാരണം അത് വേറെ വഴിയിലൂടെ പോയിട്ടുണ്ട്. പക്ഷെ നമ്മൾ കാണാത്ത ഒരു മാളം ആ പുറത്ത് കിടക്കാനുള്ളൊരു മാളതിനുണ്ടാവും എന്ന് പറഞ്ഞാൽ 2 മാളുണ്ടാവും, ഒരു മാളം നമ്മൾ കാണുള്ളൂ. ഇതുപോലെയാണ് കപടവിശ്വാസികൾ. അവന് 2 മുഖം ഉണ്ടാവും, ഒരു മുഖം നമ്മൾ കാണുള്ളൂ. അങ്ങനെ ഒരു വിശ്വാസിയാകാൻ പാടില്ല. ആദർശരംഗത്ത് എന്തായാലും ആകാൻ പാടില്ല. അവൻ വിശ്വാസരംഗത്തുള്ള കാപട്യം സ്വീകരിച്ചവനാണ്. സാമ്പത്തിക രംഗം അങ്ങനെ തന്നെയാണ്. സാമ്പത്തിക രംഗത്ത് വലിയ പുറത്തു നല്ല തൗഹീദും അതുപോലെ തന്നെ പുറത്ത് നല്ല ആ വിശ്വാസ വിശുദ്ധിയൊക്കെ കാത്തു സൂക്ഷിക്കുന്ന ആളുകൾ രഹസ്യമായിക്കൊണ്ട് ലോൺ എടുക്കുകയാണ്, രഹസ്യമായിക്കൊണ്ട് പലിശയിലേക്ക് പോകുകയാണ്, രഹസ്യമായിക്കൊണ്ട് സ്ത്രീധനം വാങ്ങുകയാണ്. എന്ത് ആദർശമാണ് സഹോദരന്മാരേത്? ഒരു ആദർശത്തിൽ 2 മുഖം ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരിക്കലും ഉണ്ടാകും. നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ട എന്താ അറിയും? നമ്മൾ ജനങ്ങളടുക്കൽ അല്ല നന്നാകേണ്ടത്, പടച്ചോന്റെ അടുക്കലാണ് നന്നാകേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ മുമ്പിലേക്ക് എത്തുമ്പോൾ അവിടെയാണ് നമ്മുടെ വിചാരണ. സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും, ആ മനുഷ്യന്മാരുടെ ഹിസാബ് നമ്മുടെ അടുക്കലാണ്, മനുഷ്യന്മാരുടെ അടുക്കലല്ല. മനുഷ്യന്മാരല്ല നമ്മൾ വിചാരണ ചെയ്യുന്നത്, നമ്മൾ മനസ്സിലാക്കണം. മനുഷ്യന്മാരുടെ അടുക്കൽ എത്ര നന്നായിട്ടും കാര്യമില്ല, പടച്ചോന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ മോശപ്പെട്ടാൽ നമ്മുടെ കഥ കഴിഞ്ഞു. അല്ലാഹു നമ്മെല്ലാം കാത്തിരക്ഷിക്കട്ടെ. മഹാൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അതാ പ്രാർത്ഥിച്ച, റബ്ബി ലാ തുഖ്സിനി യൗമ യുബ്അസൂൻ, പടച്ചോനെ ജനങ്ങളെ മുമ്പിൽ എത്തുമ്പോൾ ഞാൻ നല്ല മനുഷ്യനാണ്, ഇബ്രാഹിം നബിയാണ്, ഖലീലുള്ളയാണ്. പക്ഷെ നിന്റെ മുമ്പിലേക്ക് എത്തുമ്പോൾ നീ എന്നെ ഒരിക്കലും വഷറാക്കരുതേ. ഇത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ പ്രാർത്ഥനയാണ്. അതുകൊണ്ട് ജനങ്ങളുടെ മുമ്പിലൊക്കെ നല്ല മനുഷ്യന്മാരായി ജീവിക്കുക. പക്ഷെ സാമ്പത്തിക രംഗത്തും അതുപോലെ തന്നെ മറ്റുള്ള അവസ്ഥയിലൊക്കെ ഒരു 2 മുഖം, ജനങ്ങൾ കാണാത്തൊരു മുഖവുമായി കൊണ്ട് ജീവിക്കുന്ന അവസ്ഥ. സാമ്പത്തികരെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം. ആളുകൾ അറിഞ്ഞാലും ഇല്ലെങ്കിലും ഒരു 5 പൈസ ഹറാമിന്റെ മുതൽ എന്റെ സമ്പത്തിലേക്ക് വരാൻ പാടില്ലെന്ന ശരിയായ ഈമാനോടുകൂടിയുള്ള ദൃഢവിശ്വാസം, ദൃഢപ്രതിജ്ഞയും സഹോദരന്മാർ നമുക്കുണ്ടാകണം. ഇല്ലെങ്കിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഒരു വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവൻ ഒരു വയറ്റിലാ തിന്നുള്ളൂ. വൽ കാഫിർ, കാഫിറാണെങ്കിൽ 7 വയറ്റിൽ തിന്നുന്ന. കാരണം എന്താ? കാഫിറിന് 7 വയറുണ്ടെന്നതിന്റെ അർത്ഥം. കാരണം അവനെ സംബന്ധിച്ചിടത്തോളം ഹലാലും ഹറാമും നോക്കുള്ളൂ, കിട്ടിയതൊക്കെ വലിച്ചു മാന്തി തിന്നെ. ഇതൊരു വിശ്വാസിക്കുണ്ടാകാൻ പാടില്ല. പ്രവാചകൻ അവസാന കാലഘട്ടത്തിന്റെ അടയാളങ്ങൾ പറഞ്ഞുകൊണ്ടൊരു പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ജനങ്ങൾ അമിനൽ ഹലാലി അമിനൽ ഹറാം, ഹലാലും ഹറാമും നോക്കാതെ തിന്നുന്ന അവസ്ഥയുണ്ടാകും. അപ്പൊ സാമ്പത്തിക രംഗം നമ്മൾ നല്ലോണം ആളുകളുടെ അടുക്കൽ നല്ലവരാകില്ല. കപടവിശ്വാസികളുടെ സ്വഭാവം പ്രവാചകൻ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ മുനാഫിഖിൽ വിശദീകരിക്കണം. ഇദാ ജാഅക്കൽ മുനാഫിഖൂന ഖാലൂ നശ്ഹദു അന്നക ലറസൂലുള്ളാഹ്. കപടവിശ്വാസികൾ വന്നിട്ട്, മുനാഫിക്കുകളൊക്കെ വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ പറയും, നബിയേ ഞങ്ങളെല്ലാവരും സാക്ഷ്യം വഹിക്കുന്നുണ്ട്, ഇന്നക ലറസൂലുള്ളാഹ്, നബി നിങ്ങൾ മുത്തുനബിയാണ്, നിങ്ങൾ അള്ളാഹിന്റെ നബിയാണ്, അള്ളാഹിന്റെ റസൂലാണ്, ഞങ്ങളൊക്കെ സാക്ഷ്യം വഹിക്കുന്നുണ്ട് എന്ന് കപടവിശ്വാസികൾ നല്ല പിള്ള ചമയാൻ വേണ്ടി റസൂലുള്ളാഹിന്റെ അടുക്കലേക്ക് ഒന്ന് പറയുന്നു. എന്താ അള്ളാഹിന് കൊടുക്കണ മറുപടി അറിയോ? നിങ്ങൾ റസൂലുള്ളാഹിന്റെ അടുക്കൽ നന്നായിട്ട് കാര്യമില്ല. വല്ലാഹു യഅലമു ഇന്നക ലറസൂലുഹു, അല്ലാഹുവിനെ അറിയാം, അല്ലാഹുവിന്റെ പ്രവാചകരെ താങ്കൾ അല്ലാഹുവിന്റെ റസൂൽ തന്നെയാണ്. വല്ലാഹു യശ്ഹദു ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. എന്നാൽ അള്ളാഹ് സാക്ഷ്യം വഹിക്കണം. എന്തിനാണ് നിങ്ങൾ സാക്ഷ്യം വഹിക്കണ്? ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളാണ്, ഞങ്ങളും റസൂലുള്ളാഹിന്റെ കൂടെയുള്ള ആൾക്കാരാന്നൊക്കെയാണല്ലോ. പക്ഷെ അള്ളാഹു സാക്ഷ്യം വഹിക്കുന്നു, ഇന്നൽ മുനാഫിഖീന ലകാദിബൂൻ. ഈ വന്ന് പറയുന്ന റസൂലുള്ളാഹിന്റെ അടുക്കൽ വന്നുകൊണ്ട് ഞങ്ങൾ മുഅ്മിനുകളാണെന്ന് സാക്ഷ്യം വഹിക്കുന്ന ആളുകൾ അവർ ലകാദിബൂൻ, അവർ കളവ് പറയുന്നവരാണ്, അവർ കള്ളം പറയുന്നവരാ, ഒരു ആത്മാർത്ഥമായിട്ട് പറയില്ല. ജനങ്ങൾ ആളുകൾ ഇങ്ങനെ മനുഷ്യന്മാരുടെ മുമ്പിൽ നല്ല വെള്ള ചമയാൻ വേണ്ടി കൊണ്ട് പറയുന്ന അവസ്ഥയാണ്. ഇത് സഹോദരന്മാരെ നമ്മൾ നല്ലോണം സൂക്ഷിക്കണം, ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇതുപോലെ തന്നെ സ്വഭാവരംഗം, സാമ്പത്തികരം മാത്രമല്ല സ്വഭാവരംഗവും അങ്ങനെ തന്നെയാണ്. രണ്ട് സ്വഭാവം ഉണ്ടാകാൻ പാടില്ല. നാട്ടിലൊരു സ്വഭാവം, വീട്ടിൽ വേറെ സ്വഭാവം, നാട്ടുകാരോട് വേറെ സ്വഭാവം, കുടുംബക്കാരോട് വേറെ സ്വഭാവം, അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നാട്ടുകാരോട് മുഴുവൻ നല്ല ബന്ധത്തിലായിരിക്കും, പക്ഷെ വീട്ടുകാരോടും അടുത്ത അയൽവാസികളോടും കുടുംബക്കാരോടും തെറ്റായിരിക്കും. സ്വന്തം ബാപ്പയോട് വരെ തെറ്റി നടക്കുന്ന എത്രയെത്ര മുഅ്മിനീങ്ങളുണ്ട്. സഹോദരന്മാരെ, ഒരിക്കലും സ്വർഗത്ത് കടക്കാൻ കഴിയില്ല, എത്ര നിസ്കരിച്ചിട്ടും കാര്യമില്ല. ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉൻ, കുടുംബബന്ധം മുറിക്കുന്നവൻ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുകയില്ലെന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വർഗം നമുക്ക് ഹറാം തന്നെയാണ്. കാരണം സൂറത്ത് നിസാഇന്റെ തുടക്കത്തിൽ അല്ലാഹു പറഞ്ഞില്ലേ, വത്തഖുല്ലാഹല്ലദീ തസാഅലൂന ബിഹി വൽ അർഹാം, കുടുംബബന്ധത്തെപ്പറ്റി നിങ്ങൾ അള്ളാഹിനെ പറ്റി ചോദിച്ചുകൊണ്ടിരിക്കല്ലേ,
അതുകൊണ്ട് നിങ്ങൾ കുടുംബബന്ധത്തെപ്പറ്റി നിങ്ങൾ നല്ലോണം സൂക്ഷിക്കണം, സ്വഭാവം നന്നാകണം. ഈ കുടുംബബന്ധം മുറിയാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാരണം എന്താ പറയുക? നമ്മുടെ സ്വഭാവം മോശമായിട്ടാണ്. ഏതെങ്കിലും ഒരു ഭാഗത്ത് ജനങ്ങളോട് മുഴുവൻ നല്ലവർക്കുണ്ടാവും, കുടുംബത്തോട് തെറ്റായിരിക്കും. അല്ലെങ്കിൽ കുടുംബത്തോടൊക്കെ ഉഷാറായിരിക്കും, ഒരു മനുഷ്യരോട് നല്ല സ്വഭാവത്തിലുണ്ടാവില്ല. പ്രവാചകൻ പറയും, ഇന്ന അഹബ്ബക്കും ഇലയ്യ വഅഖറബക്കും മിന്നി ഫിൽ ആഖിറ, എന്നോട് പരലോകത്ത് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മനുഷ്യരും പരലോകത്ത് എന്നോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും ആരാണ്? മഹാസിനുക്കും അഖ്ലാഖൻ, നിങ്ങളിൽ ഏറ്റവും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാകുന്നു. റസൂലുള്ളാഹിയുടെ ഏറ്റവും അടുത്ത് നിൽക്കുന്നവരും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടവരും നല്ല സ്വഭാവത്തിന്റെ ഉടമകളാണ്. വഇന്ന അബഗലക്കും ഇലയ്യ വഅബഅദക്കും മിന്നി, നിങ്ങളിൽ ഏറ്റവും എനിക്ക് വെറുപ്പുള്ളതും എനിക്ക് ദേഷ്യമുള്ളതും എന്നിൽ നിന്ന് ഏറ്റവും വിദൂരത്ത് നിൽക്കുന്നതും ഫിൽ ആഖിറ, പരലോകത്ത് അസ്വഅക്കും അഖ്ലാഖൻ, മോശപ്പെട്ട സ്വഭാവത്തിന്റെ ഉടമകളാണ്. ജനങ്ങളുമായിക്കൊണ്ട് നല്ല നിൽക്കല്ല, ഭാര്യയുമായിക്കൊണ്ടും ഭർത്താവുമായിട്ടും ഉമ്മയുമായിട്ടും അമ്മായിയുമായിട്ടും എല്ലാവരും കച്ചറ, ജനങ്ങളുമായിട്ടും തെറ്റ് ഒരിക്കലും ഉണ്ടാവണം. നല്ല സ്വഭാവത്തിന് ഉടമകളാകണം. അതുപോലെ തന്നെ പ്രവാചകൻ പറഞ്ഞു അസർസാറൂൻ, അതുപോലെ തന്നെ സർസാരികളായ ആളുകൾ എന്ന് പറഞ്ഞാൽ ബടബടബടബടാ സംസാരിച്ചുകൊണ്ടിരിക്കുക, തൊള്ള പൂട്ടാതെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അത് റസൂല പറഞ്ഞതാണ്. അത് റസൂലക്ക് ഇഷ്ടമില്ലാത്ത സ്വഭാവം. ആവശ്യമുള്ള സംസാരിക്കുക, അടുത്ത് എപ്പോഴും ഉണ്ടാക്കണമെന്നില്ല എന്ന് പറഞ്ഞാൽ ഹക്കും ബാത്തിലും നോക്കാതെ കിട്ടിയത് മുഴുവങ്ങനെ അടിച്ചുവിട്ട് സംസാരിക്കുന്നവരും ഈ വിഭാഗത്തിൽപ്പെട്ട തന്നെയാണ്. അതുപോലെ തന്നെ റസൂൽ പറഞ്ഞ പോലെ മുത്തശദ്ദിഖൂൻ എന്ന് പറഞ്ഞാൽ എന്താ അറിയും? സ്വന്തം ചെയ്യാത്ത പ്രവർത്തനത്തിൽ ഇങ്ങനെ ഫഖർ പറഞ്ഞെടുക്കുക. ബടായി പറയില്ലേ നമ്മൾ മലയാളത്തിൽ? ഭയങ്കര ബടായി. ഈ ബടായി പറഞ്ഞു നടക്കുന്ന, സ്വന്തം ചെയ്യാത്ത പ്രവർത്തനങ്ങൾ പറഞ്ഞെടുക്കുന്ന ആളുകളും ഈ സ്വഭാവം മോശമായ കൂട്ടത്തിൽ തന്നെ റസൂലുള്ളാഹിക്ക് ഏറ്റവും വെറുപ്പുള്ളതും പ്രവാചകനിൽ നിന്ന് ഏറ്റവും അകന്നു നിൽക്കുന്നതുമായ ആളുകളാണ്. അതുപോലെ തന്നെ വൽ മുതഫൈഹിഖൂൻ, മുതകബ്ബിരീങ്ങളായ കിബിർ നടിക്കുന്ന ആളുകൾ. അപ്പൊ സഹോദരന്മാരെ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ പുറം മാത്രം ശുദ്ധിയായാൽ പോരാ, സ്വഭാവവും മനസ്സും ഒക്കെ ശുദ്ധിയാകണം. ഇന്നല്ലാഹ ലാ യൻദുറു ഇലാ സുവരിക്കും, നിങ്ങളുടെ രൂപത്തിലോ നിങ്ങളുടെ ശരീരത്തിലേക്കോ നിങ്ങളുടെ വസ്ത്രത്തിലേക്കോ അല്ല പടച്ചവന്റെ യഥാർത്ഥത്തിലുള്ള നോട്ടം. വംവാലിക്കും, നിങ്ങളുടെ സമ്പത്തിലേക്കുമല്ല. വലാകിൻ ഇന്നമാ യൻദുറു ഇലാ അമാലിക്കും വഖുലൂബിക്കും, നിങ്ങളുടെ ഖൽബ് ശുദ്ധമുണ്ടോ, നിങ്ങളുടെ ഖൽബ് ശുദ്ധിയാണോ, അതുപോലെ നിങ്ങളുടെ അമൽ ശുദ്ധമാണോ, ഇതാണത് നോക്കുക. എൻ്റെ അർത്ഥം വസ്ത്രം ശുദ്ധിയാകണ്ടാന്നോ അല്ലെങ്കിൽ പുറമെ ശുദ്ധി വേണ്ടതല്ല. പുറമെ ശുദ്ധി ഏതായാലും ആവശ്യമാണ്, അതിലെല്ലാവർക്കും ശ്രദ്ധ ഉണ്ടാകും. പക്ഷേ ഹൃദയത്തിന്റെ ശുദ്ധിയാണ് സഹോദരന്മാരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ഉണ്ടാകും. ഇതേപോലെ തന്നെയാണ് നമ്മുടെ രഹസ്യ ജീവിതം. നമ്മൾ ആൾക്കാരെ മുമ്പിലൊക്കെ ഉഷാറായിരിക്കും, പക്ഷെ നമ്മൾ നമ്മുടേക്ക് ചുരുങ്ങുമ്പോൾ, നമ്മൾ ഒറ്റക്കാകുമ്പോൾ നമുക്ക് വേറൊരു മുഖമുണ്ടെങ്കിൽ അത് വളരെയധികം സൂക്ഷിക്കേണ്ട കാര്യമാണ്. ഇന്നത് വ്യാപകമായിക്കൊണ്ടിരിക്കുന്നു. നഊദുബില്ല. ഹറാമായ ചാറ്റിങ്ങുകൾ, ആണുങ്ങളും പെണ്ണുങ്ങളും തമ്മിൽ ഹറാമായ ചാറ്റിങ്ങുകൾക്ക് യാതൊരു വിലയും കൽപ്പിക്കാത്ത, അതൊന്നും തെറ്റായിക്കൊണ്ടുപോലും കാണാത്ത, രഹസ്യമായിക്കൊണ്ട് വ്യഭിചാരങ്ങൾ, രഹസ്യമായിക്കൊണ്ട് വൃത്തികേടുകൾ. ജനങ്ങളുടെ മുമ്പിൽ നല്ല മനുഷ്യനായിരിക്കും, പള്ളിയിൽ 5 നേരം നിസ്കരിക്കാവരുണ്ടാവും, അല്ലെങ്കിൽ വലിയ പ്രബോധന രംഗത്തൊക്കെ നിറഞ്ഞു നിൽക്കുന്ന ആളുകളായിരിക്കും. പക്ഷെ രഹസ്യ ജീവിതത്തിൽ സ്വന്തമായിക്കൊണ്ട് താൻ ഒറ്റക്കാകുമ്പോൾ ഉണ്ടാകുന്നൊരു ജീവിതം ഉണ്ടല്ലോ, ഞാനും പടച്ചോനും ഒറ്റക്കാകുമ്പോഴുള്ള ജീവിതത്തിൽ എനിക്ക് വേറൊരു മുഖമാണെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു വയൗമ യഹ്ശുറു അദാഇല്ലാഹി ഇലന്നാർ, അല്ലാഹുവിന്റെ ശത്രുക്കളെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരലോകത്തേക്ക് ഒരുമിച്ച് കൂട്ടുകയും ഫഹും യൂസഊന, അവർ നരകത്തിലേക്ക് നയിക്കപ്പെടുകയും ചെയ്യും. ഹത്താ ഇദാ മാ ജാഊഹാ, അവർ ആ നരകത്തിലേക്ക് എത്തുമ്പോഴതാ ഷഹിദ അലൈഹിം സംഉഹും വഅബ്സാറുഹും വജുലൂദുഹും, ആ മനുഷ്യന്മാർക്കെതിരെ അവരുടെ കണ്ണുകൾ സാക്ഷി നിൽക്കുന്നു, അവരുടെ കാഴ്ചകൾ, അവരുടെ കാതുകൾ സാക്ഷി നിൽക്കുന്നു. വജുലൂദുഹും ബിമാ കാനൂ യഅമലൂൻ, അവർ ദുനിയാവിൽ പ്രവർത്തിച്ചിരിക്കുന്ന തിന്മകൾക്കൊക്കെ തൊലി സാക്ഷി നിൽക്കുന്നു, കണ്ണ് സാക്ഷി നിൽക്കുന്നു, കാത് സാക്ഷി നിൽക്കുന്നു. ഈ മനുഷ്യന്റെ തിന്മകൾ നിഷേധിക്കാൻ കഴിയും. അപ്പൊ വഖാലൂ ലിജുലൂദിഹിം, അപ്പോൾ ആ മനുഷ്യന്മാർ സത്യനിഷേധികളായ അല്ലെങ്കിൽ തിന്മകൾ വിഹരിച്ച്, രഹസ്യമായിക്കൊണ്ട് തിന്മകൾ വിഹരിച്ച് ആരാരും കാണാത്ത സന്ദർഭത്തിൽ ജനങ്ങളുടെ മുമ്പിൽ വലിയ മാന്യനായി, പക്ഷെ ഉള്ളിന്റെ ഉള്ളിൽ മോശപ്പെട്ട സ്വഭാവവും മോശപ്പെട്ട വൃത്തികളും കൊണ്ടു നടന്ന മനുഷ്യന്മാർ വഖാലൂ ലിജുലൂദിഹിം, അവർ അവരുടെ തൊലികളോട് പറയും ലിമ ശഹിത്തും അലൈന, അല്ല എന്തിനാണ് ഞാൻ, എന്റെ ശരീരത്തിലെ തൊലിയാണല്ലോ നീ എനിക്കെതിരെ എന്തിനാണ് സാക്ഷി നിന്നത്? ഖാലു അൻതഖനല്ലാഹു അല്ലദീ അൻതഖ കുല്ല ശൈഇൻ വഹുവ ഖലഖകും അവ്വല മറത്തിൻ വലൈഹി തുർജഊൻ, പടച്ചോൻ ഞങ്ങൾക്ക് ഇപ്പൊ സംസാരിക്കാനുള്ള കഴിവ് തന്നതാണ്,
അതുകൊണ്ട് നിങ്ങളുടെ തോന്നിയാസങ്ങളൊക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട്. നിങ്ങൾ ആലോചിക്കി, ഒരു മനുഷ്യന്റെ തൊലി അറിയാതെ, ഒരു മനുഷ്യന്റെ കണ്ണറിയാതെ, ഒരു മനുഷ്യന്റെ കാതുകൾ അറിയാതെ എങ്ങനെയാണ് സഹോദരന്മാരെ ഒരു മനുഷ്യനെ തെറ്റ് ചെയ്യാൻ കഴിയുക? നമ്മൾ വിചാരിക്കും നമ്മൾ ഒറ്റക്കല്ലേ, ആരും അറിയണില്ലല്ലോ, ഇങ്ങനെ ഒറ്റക്കല്ലേ, ആരും അറിയുന്നില്ലല്ലോ എന്ന രൂപത്തിൽ തിന്മകൾ ചെയ്ത് മരിച്ചുപോയ മനുഷ്യന്മാരാണ് അള്ളാഹുവിന്റെ അടുക്കിലേക്ക് എത്തുമ്പോൾ ആരാരും അറിയാതെ തിന്മകൾക്ക് എതിരെ ആ തിന്മകൾ കൊണ്ട് ആ മനുഷ്യൻ നരകത്തിലേക്ക് പോകുമ്പോൾ അവന്റെ തൊലികൾ അവനെതിരെ സംസാരിക്കാം. എന്നിട്ട് അല്ലാഹു പറയാണ്, വമാ കുന്തും തസ്തതിറൂന അൻ യശ്ഹദു അലൈക്കും സമഉക്കും വലാ അബ്സാറുക്കും, അതുപോലെ തന്നെ വലാ ജുലൂദുക്കും, നിങ്ങളുടെ തൊലികളും അതുപോലെ തന്നെ നിങ്ങളുടെ കണ്ണുകളും നിങ്ങളുടെ കാതുകളുമൊക്കെ ഇതൊക്കെ സാക്ഷി പറയും നിങ്ങൾക്ക് അറിയില്ലായിരുന്നോ? അല്ലെങ്കിൽ അതും നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. വലാകിൻ ബലൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. പക്ഷെ നിങ്ങൾ എന്താ വിചാരിച്ചത്? നിങ്ങൾ ചെയ്യുന്ന കുറെ കാര്യങ്ങൾ പടച്ചോൻ അറിഞ്ഞില്ല, അതൊന്നും ഇപ്പം അല്ലാഹു മൈൻഡ് ചെയ്യൂല എന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്. വലാകിൻ ബലൻതും അന്നല്ലാഹ ലാ യഅലമു കസീറൻ മിമ്മാ തഅമലൂൻ. നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരുപാട് കാര്യങ്ങളൊന്നും പടച്ചോനതൊന്നും അറിയുന്നില്ല, അല്ലെങ്കിൽ പടച്ചോനതൊന്നും മെയിൻറ്റ് ചെയ്യൂല എന്നാണ് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ വദാലിക്കും ബന്നുക്കുമുല്ലദീ ബനൻതും ബിറബ്ബിക്കും, അത് നിങ്ങളുടെ റബ്ബിനെ കുറിച്ച് നിങ്ങളുടെ ഒരു തെറ്റായ വിചാരമാണ്. പടച്ചോനൊക്കെ അറിയുന്നുണ്ട്. വല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഷഹീദ്, അല്ലാഹു എല്ലാത്തിനും സാക്ഷിയായവനാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, വിശ്വാസികളെ സംബന്ധിച്ച് ഞാനും നിങ്ങളും എല്ലാവരും പേടിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമാണിത്. നമ്മുടെ രഹസ്യ ജീവിതവും പരസ്യ ജീവിതവും ഒരുപോലെ ശുദ്ധമാണ്. യസ്തഖ്ഫൂന മിനന്നാസ് വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, ജനങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ നിങ്ങൾക്ക് സാധിക്കും. മൊബൈൽ ആരെങ്കിലും വരുമ്പോൾ, വാപ്പ് വരുമ്പോൾ മറച്ചു പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ പെണ്ണുങ്ങൾ വരുമ്പോൾ മറച്ചു പിടിക്കാൻ കഴിയും, അല്ലെങ്കിൽ സ്ക്രീൻ മാറ്റാൻ കഴിയും. വലാ യസ്തഖ്ഫൂന മിനല്ലാഹ്, അല്ലാഹുവിങ്കിൽ നിന്ന് മറച്ചു പിടിക്കാൻ നിങ്ങൾക്കാവുകയില്ല. പടച്ചവന്റെ അടുക്കൽ നിന്ന് സ്ക്രീൻ മറക്കാനും അല്ലെങ്കിൽ മിനിമൈസ് ചെയ്യാനും അല്ലെങ്കിൽ ചാനൽ മാറ്റാനൊന്നും അള്ളാഹിന്റെ അടുക്കൽ കഴിയൂല. അള്ളാഹു സുബ്ഹാനഹു വ തആല അതെല്ലാം കണ്ടുകൊണ്ട് നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ള. അതുകൊണ്ട് സഹോദരന്മാരെ, പറഞ്ഞതിന്റെ ചുരുക്കം, നമ്മുടെ വിശ്വാസ രംഗമാണെങ്കിലും സാമ്പത്തിക രംഗമാണെങ്കിലും വ്യക്തിജീവിതമാണെങ്കിലും സ്വഭാവമാണെങ്കിലും ഒക്കെ രണ്ട് മുഖമുള്ള അവസ്ഥ നമുക്കുണ്ടാകരുത്. നമ്മുടെ ഉള്ളും പുറവും ഒരുപോലെ പരിശുദ്ധമാകണം. അത് വിശ്വാസികളായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ക്വാളിറ്റിയാണ്. ഇല്ലെങ്കിൽ കപട വിശ്വാസത്തിന്റെ നിഫാഖ് നമ്മുടെ മനസ്സിനുള്ളിൽ കയറിയിട്ടുണ്ട് എന്നാണ് അതിന്റെ അർത്ഥം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ നമ്മുടെ കുടുംബത്തെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ, അമ്മാ ബഅദ്. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. മുസ്ലിമുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വേഷവിധാനങ്ങളും അവരുടെ ആചാരങ്ങളുമൊക്കെ ഏത് സമയത്തും അവൻ കൊണ്ടു നടക്കേണ്ടവനാണ്. അതിൽ സ്കൂളിലായിരുന്നാലും കോളേജിലായിരുന്നാലും അങ്ങാടിയിലായിരുന്നാലും ഓഫീസിലായിരുന്നാലും അതിനൊന്നും യാതൊരുവിധ കോംപ്രമൈസിനും ഇസ്ലാം റെഡിയല്ല. അപ്പം നമുക്കറിയാം, കേരളത്തിലും ഹിജാബ് വിവാദം കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഉത്തരേന്ത്യയിലും കർണാടകയിലുമൊക്കെയാണ് നമ്മൾ സാധാരണയായി ഹിജാബിന്റെ വിവാദങ്ങൾ കേട്ടിട്ടുള്ളത്. പക്ഷെ നമ്മുടെ കേരളവും മെല്ലെ മെല്ലെ ഉത്തരേന്ത്യയിലേക്ക് നടന്നെടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതിന്റെ ഒരുപാട് സൂചനകളിൽ അവസാനത്തതാണ് നമ്മുടെ ഹിജാബ് വിവാദം. ഒരു മുസ്ലിം പെൺകുട്ടി തട്ടമിട്ട് സ്കൂളിലേക്ക് വന്നതിന് അവിടുത്തെ ക്രിസ്ത്യൻ മാനേജ്മെന്റ്, അവിടുത്തെ പ്രിൻസിപ്പാളും അതുപോലെ എല്ലാവരും തലമറച്ചവർ തന്നെയാണ്. പക്ഷെ മുസ്ലിമീങ്ങൾ തലമറക്കാൻ പാടില്ല എന്ന തിട്ടൂരി മറക്കുകയും അവസാനം അതൊരു വിവാദമാവുകയും ചെയ്തു. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ചില കാര്യങ്ങൾ മനസ്സിലാക്കണം. പല രക്ഷിതാക്കളും, ഞാൻ മൊത്തത്തിലാണ് പറയുന്നത്, പല രക്ഷിതാക്കളുടെയും ഒരു ധാരണ, കുറച്ചൊക്കെ 10ാം ക്ലാസ് വരെ തട്ടടാതെ പോയാലും അവർക്ക് ഇംഗ്ലീഷ് നല്ല ഉഷാറാവും, ഇംഗ്ലീഷ് ഭാഷയിൽ നല്ല കഴിവുണ്ടാവും. സഹോദരന്മാരെ, നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം മാത്രം നോക്കിയാൽ മതിയില്ലല്ലോ നമുക്ക്. ഇസ്ലാമികമായി ജീവിക്കാനുള്ള, ഇസ്ലാമികമായി കൊണ്ട് വസ്ത്രം ധരിക്കാനുള്ള, ഇസ്ലാമികമായ ആരാധനാ കർമ്മങ്ങൾ നിർവഹിക്കാൻ കഴിയുന്ന
സ്ഥാപനങ്ങളും അതുപോലെ തന്നെ കോഴ്സുകളുമൊക്കെ നാട്ടിലുണ്ടാകുമ്പോൾ പിന്നീട് ഇത്തരം ആളുകൾ, ഇത്തരം വർഗീയ ചിന്തകൾ, മുസ്ലിം വിരോധം മാത്രം മനസ്സിൽ കൊണ്ടു നടക്കുന്ന ആളുകളുടെ മുമ്പിലേക്ക് നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കുന്നതിന് എന്ത് ന്യായമാണുള്ളത് മുസ്ലിമീങ്ങൾക്ക്? ജുമുഅ പോലും നഷ്ടപ്പെടുന്ന, അല്ലെങ്കിൽ നമസ്കരിക്കാൻ പറ്റാത്ത ക്യാമ്പസുകളിൽ എത്ര മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം ആൺകുട്ടികളും പഠിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ച് നോക്കി. ഒരു വെള്ളിയാഴ്ചത്തെ ജുമുഅ അവർക്ക് പ്രധാനപ്പെട്ടതല്ല. ആ ജോലി നേടി അവൻ ആ ജോലിയിലൂടെ സമ്പാദിക്കുന്ന ചില ചില്ലറ നാണയത്തൊട്ടുകളാണ് അവന്റെ ദീനിനേക്കാൾ അവൻ വലുതെങ്കിൽ ഇതൊന്നും പടച്ചോന്റെ മുമ്പിൽ പറഞ്ഞിക്കാൻ പറ്റിയ ന്യായമല്ല. നമുക്ക് പടപ്പുടെ മുമ്പിൽ പല ന്യായങ്ങളും പറഞ്ഞിക്കാം. അത് കിട്ടിയില്ല, അവിടെ അങ്ങനെയാണ്, ഇങ്ങനെയാണ്. പക്ഷെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ, നമുക്ക് അള്ളാന്റെ മുമ്പിലാണല്ലോ വിചാരണ നേരിടേണ്ടത്. പടച്ചറബിന്റെ മുമ്പിൽ നമുക്ക് പറഞ്ഞു നിൽക്കാൻ പറ്റിയ ഉദറ് അതേ പടപ്പുകളുടെ മുമ്പിൽ നമ്മൾ പറയാൻ പാടുള്ളൂ. പടപ്പുകളുടെ മുമ്പിൽ നിന്ന് കഴിച്ചിലായാലും നമ്മൾ പടച്ചവന്റെ മുമ്പിൽ നിന്ന് കഴിച്ചിലാവില്ലല്ലോ. സ്വന്തം മക്കൾ ഇത്തരത്തിലുള്ള വർഗീയ ചിന്തകളും അതുപോലെ തന്നെ മോശമായ ചിന്തകളും ഇസ്ലാമിക വിരുദ്ധമായ ആശയങ്ങളൊക്കെ പഠിപ്പിക്കുന്ന, എനിക്കറിയാം, ഞാൻ മംഗലാപുരത്ത് കുറച്ചു കാലം വർക്ക് ചെയ്ത ആളാണ്. അവിടുത്തെ ടൗണുകൾ മഹാഭൂരിപക്ഷം ക്രിസ്ത്യൻ മാനേജ്മെന്റ് സ്കൂളാണ്. ഇസ്ലാമിന്റെ ഒരു ചിഹ്നവും അവിടെ അവർ അനുവദിക്കാറില്ല. പക്ഷേ മഹാഭൂരിപക്ഷം മുസ്ലിം കുട്ടികൾ അവിടെ പഠിക്കുന്നത്. ആ രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഇസ്ലാമിന്റെ ചിഹ്നം പ്രശ്നമല്ല, അവർക്ക് ഇംഗ്ലീഷ് ഭാഷയാണ് പ്രശ്നം. സഹോദരന്മാരെ, ഒരു മുസ്ലിമിന്റെ ഇസ്സത്താണ് അവന്റെ വസ്ത്രവും അവന്റെ ആദർശവും. അത് നമ്മൾ മനസ്സിലാക്കണം. ഈ ഇസ്സത്ത് പണയം വെച്ച് മറ്റുള്ളവന്റെ മുമ്പിൽ അടിയറ വെച്ച് വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ എന്ന് പറഞ്ഞതിന് എന്തർത്ഥാണ്? കുട്ടി എന്താ പറയാ, തട്ടടണ്ട, ഒക്കെ ഇംഗ്ലീഷ് പഠിച്ചാൽ മതി, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് പഠിച്ചാൽ മതി. സ്വന്തം മക്കളെ അതുപോലെ തന്നെ ഇസ്ലാമിന്റെ ചിഹ്നങ്ങൾ പാലിക്കാൻ അനുവദിക്കാത്ത ക്യാമ്പസുകൾ പറഞ്ഞയച്ച്, അല്ലെങ്കിൽ ജുമുഅയും നിസ്കാരവും ഒക്കെ ഒഴിവാക്കിച്ചും അതിന് സ്വാതന്ത്ര്യമില്ലാത്തടത്തും പറഞ്ഞിടത്തി നമ്മളൊക്കെ എന്ത് ദുനിയാവതാണ് സഹോദരന്മാരെ നമ്മൾക്ക് ആഗ്രഹിക്കുന്നത്? പലപ്പോഴും പല രക്ഷിതാക്കളും, ഞാൻ എല്ലാവരെയും ഇല്ല, പല രക്ഷിതാക്കളും അതൊന്നും ശ്രദ്ധിക്കാതെയായിരിക്കേണ്ട. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം ചെറിയ പ്രായം കഴിഞ്ഞാൽ അവൾ തട്ടമിടണം. അത് സ്കൂളിലാണെങ്കിലും ഓഫീസിലാണെങ്കിലും എവിടെയാണെങ്കിലും. യാ അയ്യുഹൻ നബിയ്യു ഖുൽ അസ്വാജിക, നബിയെ നിങ്ങൾ പ്രഖ്യാപിക്കണം നിങ്ങളുടെ ഭാര്യമാരോട്, വബനാതിക നിങ്ങളുടെ പെൺകുട്ടികളോട്, വനിസാഇൽ മുഅ്മിനീന മുഅ്മിനുകളായ മുഴുവൻ വിശ്വാസികളുടെയും ഭാര്യമാരോട് നിങ്ങൾ പറയണം. വിശ്വാസികളായ മുഴുവൻ പെണ്ണുങ്ങളോടും പറയണം. എന്താണ്? യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന, അവിടെ ജിൽബാബുകൾ അവിടെ മാറിടത്തിലേക്ക് താഴ്ത്തിയിടണം, അവിടെ മുകളിലൂടെ താഴ്ത്തിയിടണം. ഇതെന്തിനാ അറിയോ? ദാലിക അദ്നാ യുറഫ്ന, അവർ തിരിച്ചറിയാൻ വേണ്ടിയാണ് ഇതൊരു മുസ്ലിം കുട്ടിയാണ്. ഐഡന്റിറ്റി, അതാണ് ഈ ഐഡന്റിറ്റി എന്ന് പറഞ്ഞത്. അതുപോലെ തന്നെ ഫലാ യുദൈൻ, അവർ ആക്രമിക്കപ്പെടാതിരിക്കാൻ. ഇപ്പോ ഈ അടുത്താണല്ലോ ഒരു സിനിമ നടി ഒരു പർദ്ദട്ട് വന്ന്, പത്രത്തിൽ വായിച്ചിട്ടുണ്ടാവും, അതിന്റെ സിനിമയോടുമായി ബന്ധപ്പെട്ട ഓഫീസ് യോഗത്തിലേക്ക് പർദ്ദട്ട് തട്ടിട്ട് വന്നൊരു മുസ്ലിം അല്ലാത്ത ഒരു പെണ്ണാണ്. അപ്പോൾ അതിന് പറഞ്ഞ ന്യായം എന്താണ്? ഇതാണ് സേഫ്റ്റി. പക്ഷെ നമ്മളെ പെണ്ണുങ്ങൾക്ക് പർദ്ദ ഒഴിവാക്കലും അതുപോലെ തട്ട ഒഴിവാക്കലും, ചില ആൾക്കാർ തട്ടട്ടാണ് നിൽക്കൂല, അവിടെ വല്ല ആണി അടിച്ച് വെക്കേണ്ടി വരും. അങ്ങനെയാണ് ചില ആൾക്കാർ തട്ടടൽ. ഇങ്ങനെ അഴിച്ചു പോയി അള്ളാഹുവിന്റെ നിർദ്ദേശത്തിനെതിരാണ്. സ്കൂളിലാണെങ്കിലും ഇസ്ലാമികമായ വേഷവിധാനം അനുവദിക്കുന്ന ക്യാമ്പസുകളിൽ നമ്മൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞേക്കാൻ പാടുള്ളൂ. അതിന് നമ്മുടെ മക്കൾക്ക് എന്തെങ്കിലും കോട്ടം, ഇവിടെ പൊതുവിദ്യാലയങ്ങളുണ്ട്, മുസ്ലിം വിദ്യാലയങ്ങളുണ്ട്, അതിനെന്തെങ്കിലും കോട്ടം തട്ടി ആ കോട്ട നമുക്ക് നന്മയായിരിക്കും. അതേസമയത്ത് നമ്മുടെ ഇസ്സത്ത് കളഞ്ഞുകുളിച്ച് ഒരു ഇസ്ലാമിന്റെ ഐഡന്റിറ്റിയും ഒരു മുസ്ലിം പെണ്ണിന്റെ ഐഡന്റിറ്റിയും കളഞ്ഞുകുളിച്ച് മറ്റുള്ളവന്റെ മുന്നിൽ ഓച്ചാനിച്ച് നിൽക്കേണ്ട ഒരവസ്ഥയൊന്നും ഈ ഉമ്മത്തിന് ഏതായാലും ഇല്ല. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ മുസ്ലിമീങ്ങൾ, ഫലില്ലാഹിൽ ഇസ്സത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ, ഇസ്സത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹ്ക്കും റസൂലുള്ളാഹിക്കും മുഅ്മിനീങ്ങൾക്കുള്ളതാണ്. ഓൽക്കാ ഇസ്സത്തോടെ നമ്മൾ ആരെ മുമ്പിലും തലകുനിഞ്ഞു നിന്ന് ഇസ്സത്ത് പണയം വെക്കേണ്ട ഒരവസ്ഥയും അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് നമ്മുടെ നാട്ടിൽ ഏതായാലുമില്ല. അതുകൊണ്ട് ആ രീതിയിൽ നമ്മൾ മനസ്സിലാക്കുകയും അതിനനുസരിച്ചുകൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ക്രമീകരിക്കുകയും ചെയ്യുക. അള്ളാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന മുഅ്മിനീങ്ങളിൽ അള്ളാഹു നമ്മെല്ലാം ഉൾപ്പെടുത്തുമാറാവട്ടെ. അറിഞ്ഞും അറിയാതെ വന്നു പോയിട്ടുള്ള മുഴുവൻ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات. اللهم اعز الاسلام والمسلمين
وأذل الشرك والمشركين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على نبينا محمد.